സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റ ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള പരിശോധനകൾ അവസാനിപ്പിച്ച് പോലീസ്. എറണാകുളം റൂറൽ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികൾ പിടിയിലായെങ്കിലും തുടർ പരിശോധനകൾ നിലച്ചിരിക്കുകയാണ്. നിയമ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്തുക. നിലവിൽ പിടിയിലായവർക്ക് ഭീകരവാദ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആലുവ, അങ്കമാലി, പറവൂർ ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയത്. പറവൂരിൽ തങ്ങിയിരുന്ന 27 ബംഗ്ലാദേശികൾ ഒരുമിച്ച് പിടിയിലായതായിരുന്നു ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ പേർ പിടിയിലായ സംഭവം. എന്നാൽ പിന്നീട് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാതെ പോലീസ് പിൻവലിഞ്ഞു. ഇനിയും നൂറുകണക്കിന് ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി കഴിയുന്നതായി സംശയിക്കുന്ന കേന്ദ്രങ്ങളിലടക്കം കൂടുതൽ പരിശോധനകൾ നടന്നില്ല. പിടിയിലായവർക്ക് ക്രിമിനൽ ഭീകരവാദ പശ്ചാത്തലങ്ങളില്ലെങ്കിലും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നുകയറിയതിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. കുറ്റം തെളിയിക്കപ്പെട്ടാൽ കോടതി നൽകുന്ന ശിക്ഷ കൂടി അനുഭവിച്ച ശേഷമേ തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കുകയുള്ളൂ. മറ്റു കുറ്റങ്ങളില്ലെങ്കിൽ 2 വർഷത്തെ തടവ് ശിക്ഷ വരെയാണ് ലഭിക്കാറുള്ളത്. ഇതിനുശേഷമാണ് നാടുകടത്താനുള്ള നടപടികളിലേക്ക് കടക്കുക. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയടക്കം ഇതിന് ലഭിക്കണം. വ്യാജ തിരിച്ചറിയൽ രേഖകളിലാണ് ബംഗ്ലാദേശികൾ തങ്ങുന്നത്. എന്നാൽ നുഴഞ്ഞുകയറിയെത്തി ഇവിടെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട്. അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടതായുള്ള ഫോൺ കോളുകളും രഹസ്യവിവരങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും ഇതു സംബന്ധിച്ചും ഊർജിതമായ അന്വേഷണങ്ങളില്ല. ഇതിനിടെ നേരത്തെ നടന്ന പരിശോധനകൾക്ക് പിന്നാലെ തന്നെ ബംഗ്ലാദേശികളിൽ പലരും ഒളിവിൽ പോയിരുന്നു. ജനം, കൊച്ചി.